സബാഷ് സബാഷ്, ഇതാവണമട സർക്കാർ, ഇങ്ങനെയാവണമട സർക്കാർ. ഇതാണ് വേണ്ടത്. കറന്റ് 200 യൂണിറ്റ് വരെ ഫ്രീ. അതുകൂടാതെ 2000 രൂപ മാസം കിട്ടും. 3000 രൂപ യുവാക്കൾക്ക് കിട്ടും. അതായത് ഡിഗ്രി പഠിച്ചിട്ടുള്ള യുവാക്കൾക്ക്, +2 പഠിച്ചിട്ടുള്ള യുവാക്കൾക്ക് 1500 രൂപ കിട്ടും പണിയില്ല എങ്കിൽ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജനങ്ങളും ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്. ആഘോഷത്തിന്റെ രാവുകളാണ് ഇനി കർണാടകയിലെ ജനങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. സബാഷ് കുശാൽ എന്നല്ലാതെ വേറൊന്നുമില്ല. അതിനിടയിൽ ഒരട്ടിപ്പൊളി പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. കയ്യിൽ 15 രൂപയുണ്ട്, അതല്ല എങ്കിൽ 25 രൂപയുണ്ട്. 15 രൂപയോ 25 രൂപയോ കയ്യിലുണ്ട് എങ്കിൽ ഒരു ദിവസം സാധാരണക്കാരന്, ഒന്നുമില്ലാത്തവന് കർണാടകയിൽ അടിച്ചു പൊളിച്ചു ജീവിക്കാം. അവൻ പട്ടിണി കിടക്കില്ല. ആരുടെയെങ്കിലും തിണ്ണയിൽ കയറിയിട്ട് അവന് കൈ കാണിച്ചിട്ട് വാങ്ങേണ്ട ഒരവസ്ഥയും ഉണ്ടാകില്ല. 5 രൂപയുണ്ട് എങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. രാവിലെ നേരെ ഇന്ദിരാ ക്യാൻറ്റീനിൽ പോയാൽ മതി. ഇന്ദിരാ ക്യാൻറ്റീൻ വിപ്ലവകരമായിട്ടുള്ള ഒരു തുടക്കം. നേരത്തെ ഉണ്ടായിരുന്ന പദ്ധതിയാണ്. കർണാടകയിൽ ബസവരാജ ബൊമ്മ സർക്കാർ വന്നപ്പോൾ അവർക്ക് ഈ പറയപ്പെടുന്നത് പോലെ ഇന്ദിര എന്ന പേര് കാണുമ്പോൾ അവർക്ക് അലർജിയാണല്ലോ. കാരണം ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള ഒരു ക്യാൻറ്റീൻ ആകുമ്പോൾ അവർക്കത് അത്ര അങ്ങോട്ട് ദഹിക്കുന്ന ഒരു പരിപാടിയൊന്നുമല്ല. അതിനാൽ തന്നെ ആ പദ്ധതിയെ ഇവര് ഉപേക്ഷിച്ചു പറഞ്ഞു. സിദ്ധരാമയ്യ സർക്കാർ 2013 കൊണ്ടുവന്ന ആ പദ്ധതിയെ ഇവരധികാരത്തിൽ ഏറിയ സമയത്ത് ആ പദ്ധതി നശിപ്പിച്ചു. എത്രയോ സാധാരണക്കാരായ മനുഷ്യർക്ക് ഒന്നുമില്ലാതെ കയ്യിൽ 20 15 രൂപയുള്ളവന് ഒരു ദിവസം കുശാലായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ഇടം ഇവര് നശിപ്പിച്ചു. പക്ഷേ സിദ്ധരാമയ്യ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ DK ശിവകുമാറും സിദ്ധരാമയ്യയും കൂടി ആ പദ്ധതി പുനർജീവിപ്പിച്ചു. ആ പദ്ധതി അവർ നടപ്പിലാക്കി. കാരണം കോൺഗ്രസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ സേവനമാണ്. മറ്റുള്ള ടീം വർഗീയതയിലൂടെ വോട്ട് പിടിക്കുന്നവരാണ്, മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നവരാണ്. കോൺഗ്രസ് സേവനം ചെയ്തുകൊണ്ട് വോട്ട് പിടിക്കാനുള്ള ശ്രമത്തിലാണുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഇന്ദിരാ ക്യാൻറ്റീൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന ഒരു പദ്ധതി തന്നെയാണ്. 5 രൂപയുണ്ട് എങ്കിൽ കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. 5 രൂപയുണ്ട് എങ്കിൽ അത്യാവശ്യം എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. 10 രൂപയുണ്ട് എങ്കിൽ ഉച്ചക്ക് നല്ല ഫുഡ്, ഉച്ച നേരത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കഴിച്ചു പോവാം. അടുത്തൊരു 10 രൂപയുണ്ട് എങ്കിൽ രാത്രി നല്ല ഡിന്നറും കഴിച്ച് സുഖമായി വീട്ടിലേക്ക് പോകാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ